ആത്മാവ് നിത്യതയിൽ അമൂല്യമായ വിശിഷ്ടമായ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് ദൈവതേജസ്സിന്റെ വലതുഭാഗത്ത് ഇരുത്തപ്പെടുമെങ്കിൽ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ നിസാരമാണ്. അപ്പൊ ആ ഒരു ലോജിക്കാണ് ഇവിടെ കർത്താവ് അപ്ലൈ ചെയ്യുന്നത്. ആത്മാവ്, അതുകൊണ്ട് നമ്മൾ നമുക്ക് പലതും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ വിഷമിക്കണ്ട. ഇത് ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്ന വിഭവങ്ങളാണ്, ഇന്ധനമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നടത്തുകയാണ്. അങ്ങനെ ഈ നഷ്ടങ്ങളെ അങ്ങനെ കാണാനാണ് കർത്താവ് പറയുന്നത്. നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് അതുകൊണ്ട് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? നിത്യരക്ഷയെ അപകടത്തിലാക്കുന്ന ലൗകിക നേട്ടങ്ങളെല്ലാം വ്യർത്ഥങ്ങളാണ്. നിലനിൽക്കുന്ന ശാശ്വതമായ നേട്ടങ്ങൾക്ക് വേണ്ടി താൽക്കാലിക നേട്ടങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ് ശിഷ്യത്വത്തിന്റെ വഴിയെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്.